ഹലോ, എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കാർബൺ സൈക്കിളാണ്. അപ്പോൾ കാർബൺ സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരുന്ന സാധനമാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്ലോബൽ വാർമിംഗ്, ഇത് സേഫ് ആയിട്ടുള്ള കാര്യമല്ല, അങ്ങനെ പല ടോപ്പിക്സ് നമുക്ക് വരാറുണ്ടല്ലേ മനസ്സിലേക്ക്. പക്ഷേ കാർബൺ സൈക്കിൾ എന്ന് പറയുന്നത് ബൈ നേച്ചർ നോർമലി നടക്കുന്ന ഒരു സൈക്കിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. അപ്പോൾ കാർബൺ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നാണ്. അറ്റ്മോസ്ഫിയറിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മുടെ കാർബണിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഈ കാർബണിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. ബിക്കോസ് കാർബൺ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എല്ലാ ലിവിങ് ഫോംസിന് ആവശ്യമായിട്ടുള്ള ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഈ കാർബണിനെ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അപ്പോൾ ഈ കാർബണിനെ ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആണ് ആക്ച്വലി കാർബണിനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്നുള്ള ഒറ്റ പ്രോസസ്സ് വഴി മാത്രമേ നമുക്ക് കാർബണിനെ നമ്മുടെ എർത്തിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് ഫിക്സ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ ഏത് ഫോമിലാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് മെയിൻലി. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിനെ കൺസ്യൂം ചെയ്യുന്നതാണ് നമ്മുടെ ജോലി. നമ്മൾ പ്ലാന്റ്സ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ്സ് കഴിച്ച ആനിമൽസിനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ കാർബണിനെ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനിമൽസ് എയ്തർ ഹെർബിവോർസ് ആണെങ്കിലും അതേപോലെ തന്നെ ഈ ഹെർബിവോറിനെ ഫീഡ് ചെയ്യുന്ന കാർണിവോർ ആണെങ്കിലും അവർ കാർബണിനെ ഒരു പ്ലാന്റിൽ നിന്ന് അവരുടെ ബോഡിയിലേക്ക് അവർ വീണ്ടും ഫിക്സ് ചെയ്യുന്നു. മേ ബി കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇനി ഇവിടുന്ന് ഈ ആനിമൽസിലെത്തിയ കാർബണിന് ഇനി എന്ത് സംഭവിക്കും? രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെസ്പിറേഷൻ്റെ ഫലമായിട്ട് എന്താ ചെയ്യുന്നത്? ഈ കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വീണ്ടും റിലീസായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോകും. അതാണ് റെസ്പിറേഷൻ പ്രോസസ്സിനകത്ത് സംഭവിക്കുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വീണ്ടും റിലീസ് ചെയ്യാം. അതായത് ഫോട്ടോസിന്തസിസ് വഴി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർബണിനെ റെസ്പിറേഷൻ വഴി നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ റെസ്പയർ ചെയ്യുന്ന പോലെ തന്നെ പ്ലാന്റ്സും റെസ്പയർ ചെയ്യുന്നുണ്ട്. സോ പ്ലാന്റ്സിൻ്റെ റെസ്പിറേഷൻ വഴിയും ഇതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിലേക്ക് ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിനാണെങ്കിലും ആനിമൽസ് ആണെങ്കിലും അവർക്ക് ഡെത്ത് സംഭവിക്കും അല്ലേ? അവർ ഡെത്ത് സംഭവിക്കുമ്പോൾ അതേപോലെ തന്നെ എക്സ്ക്രീഷനും. സോ ഒന്നുകിൽ ഡെത്ത് അല്ലെങ്കിൽ അവരുടെ എക്സ്ക്രീറ്റ വഴി കുറേ കാർബണിനെ അവർ വീണ്ടും എർത്തിൻ്റെ സർഫസിലേക്ക് അവർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ സോയിൽ ഓർഗാനിക് മാറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആയിട്ട് നമ്മുടെ എർത്തിൻ്റെ സർഫസിലുണ്ടാവും. ഇതിനെന്ത് സംഭവിക്കും ഫർദറായിട്ട്? ഇതിന് രണ്ട് കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാം. ഒന്ന്, കുറേ മെറ്റീരിയൽസിനെ നമ്മുടെ സോയിലുള്ള മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യും. സോ അവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് ഈ എക്സ്ക്രീറ്റ ആണെങ്കിലും ഡെഡ് ഓർഗാനിക് മാറ്റർ ആണെങ്കിലും ഇതെല്ലാം കൺസ്യൂം ചെയ്തിട്ട് അവരുടെ ബോഡി അവരുടെ എനർജി നീഡ്സിന് വേണ്ടി അവർ യൂസ് ചെയ്യും. അങ്ങനെ അവർ വീണ്ടും ഫർദർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. റെസ്പയർ ചെയ്തിട്ട് കുറേ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. അതായത് ഡീകമ്പോസിഷനകത്തും കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് നടക്കുന്നുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഡീകമ്പോസിഷൻ നടക്കുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ കാർബണിനെ റിലീസ് ചെയ്യുന്നത്. ഈ ഡെഡ് ഓർഗാനിക് മാറ്ററിൻ്റെ ഒരു ഭാഗം ഡീകമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ വേറൊരു ഭാഗത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ കോളായിട്ടും പിന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ആയിട്ടും ഓയിലായിട്ടും ഒക്കെ നമ്മുടെ എർത്തിൽ തന്നെ സ്റ്റോർഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മളെന്താ ചെയ്യുന്നത്? പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ട് നമ്മൾ കുഴിച്ചെടുത്ത് ഇതിനെ നമ്മൾ കാറിലും ഒക്കെ നമ്മുടെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യും അല്ലേ? പെട്രോളായിട്ടും ഡീസലായിട്ടും ഒക്കെ യൂസ് ചെയ്യും. അതായത് അവിടെ കമ്പസ്റ്റിൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. സോ അത് നമ്മൾ കത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ കമ്പസ്റ്റിനകത്ത് എന്താ ചെയ്യുന്നത്? ഇവിടെയും ഫർദറായിട്ട് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എങ്ങനെയൊക്കെ റിലീസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേഷൻ വഴി റിലീസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ്. പിന്നെ നമ്മൾ റിലീസ് ചെയ്യുന്ന അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡീകമ്പോസേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് റിലീസ് ചെയ്യുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ. മൂന്നാമത് കമ്പസ്റ്റിൻ വഴി റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ കാർബണിനെ എർത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫിക്സ് ചെയ്യാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ, ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. സോ കാർബൺ സൈക്കിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.